എന്ത് പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ല. യെസ് ശാന്തി ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച് രമ്യ. പ്രശ്നമുണ്ട്. ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? മനസ്സ് പറയുന്ന കാര്യങ്ങൾ, ഇതാണ് സെഗ്മെന്റിന്റെ പേര്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമോ? ചേച്ചി മനസ്സ് തുറന്ന് തന്നെ ഇതിന്റെ ആൻസർ പറയണം. അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ. അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ജീവിതത്തിൽ ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളാണ് ശാന്തി കൃഷ്ണ. പെട്ടെന്ന് ദേഷ്യം വരില്ലേ? പെട്ടെന്ന് വരും, വന്നാ പിന്നെ പോവുകയില്ല. സത്യമാണ്. ആണോ? ഒട്ടും പേഷ്യൻസ് ഇല്ല. നീ കൊഴയാതെ പറയാൻ വല്ലോണ്ടേ നേരെ പറ. അതിനിടയിൽ ചേച്ചി ഞാൻ വേറൊരു കഥ കേട്ടു. ചേച്ചിക്ക് നിവിൻ പോളിനെ അറിയില്ല എന്ന് പറഞ്ഞു. അയ്യോ, ഇതൊക്കെ എന്ത് പുരാണമാണ്. ചീറ്റിപ്പോയല്ലേ? എന്ത് ചീറ്റിന്ന്? ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ ഏർപ്പാടല്ലോ, 7 വർഷമായിട്ടുള്ള പതിവല്ലേ. ഇതൊക്കെ രാമായണം തുടങ്ങുന്നതിന് മുമ്പേ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അതിപ്പോ ഇങ്ങനെ പറയാ സാർ, കാലൊക്കെ ഒരുപാട് പോയില്ലേ. ദയവ് ചെയ്ത് ഇന്റർവ്യൂ ഫുൾ നിങ്ങൾ കടല മെഡലിൽ പോകരുത്. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. ശാന്തി കൃഷ്ണയുടെ വ്യത്യസ്ത മുഖഭാവങ്ങൾ, ഒറിജിനൽ ശാന്തി കൃഷ്ണ. ദൈവമേ, ഇവൻ അടുത്തിടിക്കുള്ള ടെൻഡർ ക്ഷണിക്കാനാ. ആദ്യ കൺമണിയുടെ വിടപറച്ചിൽ ഇന്നും എല്ലാ സന്തോഷങ്ങൾക്കും തിരശീല വീഴ്ത്തുന്ന ഒന്നാണ്. എന്താ നീ പറഞ്ഞേ? അടികൊള്ളാത്തന്റെ സുഖമാണോ നിനക്ക്? ആദ്യ കൺമണിയുടെ വിടപറച്ചിൽ ഇന്നും എല്ലാ സന്തോഷങ്ങൾക്കും തിരശീല വീഴ്ത്തുന്ന ഒന്നാണ്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ബിന്ദുരു തേങ്ങയുടെ മൂടും പറയണ്ടട്ടാ, കൊലച്ചതിയായി പോയി. അതെന്തിനാ അതിനെ കുറിച്ച് പറയുന്നത്? കണ്ടോ, ഇയാൾ ആ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടി കോയക്കാം. മനുഷ്യനായ അല്പമെങ്കിലും നന്ദി വേണം മൃഗമേ. ഇന്നത്തേക്ക് മതി. മിണ്ടാതെ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം മരക്കഴുത. ദയവ് ചെയ്ത് ഇന്റർവ്യൂ ഫുൾ നിങ്ങൾ കടല മെഡലിൽ പോകരുത്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഒന്നും വേണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.